പ്രൈസ് ദി ലോർഡ്. ഹെപ്മയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി യൂട്യൂബിൽ ഹെപ്മയിലോടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോയുടെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കും. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടണും ഉണ്ട്. അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് ഓരോ വീഡിയോ ഇടാൻ പ്രചോദനം. ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒന്നായത്. ആദ്യം തന്നെ ഞാൻ പറയുന്നു, ഞാനിതിൽ മൈദയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൈദ ശരീരത്തിന് അത്ര നന്നല്ല എന്ന് എനിക്കറിയാം. എങ്കിലും മാസത്തിലൊരിക്കലൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എനിക്കറിയില്ല. എത്രയൊക്കെ ശരീരത്തിന് കേടാന്ന് പറഞ്ഞാൽ ഈ മൈദ കൊണ്ടുള്ള പൊറോട്ട എവിടെ കണ്ടാലും ഞാൻ കഴിക്കുമേ, അത് വേറെ കാര്യം. ഇതിൽ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് യൂസ് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ മൈദയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. ഇതിനെന്ത് പേരിടണമെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ ഇങ്ങനെ പലതും പരീക്ഷിച്ച് നോക്കാറുണ്ട്. അതിൽ നല്ലതായിട്ട് തോന്നുന്നതും ടേസ്റ്റി എന്ന് തോന്നുന്നതുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് തോന്നിയ 3 രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മൈദ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കണം. ഇതിനങ്ങനെ കണക്ക് ഞാൻ പറയുന്നില്ല. ഇതിപ്പോ ഞാൻ 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 എണ്ണത്തിനുണ്ട് ഇത്. അപ്പൊ ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് കുഴയ്ക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇപ്പൊ ഇത് ഏകദേശം നമ്മുടെ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം എണ്ണ കയ്യിലൊന്ന്, ഒത്തിരി വേണ്ട, ഏതാനും തുള്ളികൾ എണ്ണ കയ്യിൽ ഒഴിച്ച ശേഷം ഇതൊന്നുകൂടി കുഴച്ച് ശരിയാക്കണം. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഈ പരുവമാവണം. ഇനി അതുപോലെ തന്നെ ലേശം എണ്ണ എടുത്ത് ഈ മാവിന്റെ മുകളില് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാം. കുറഞ്ഞതൊരു അരമണിക്കൂറേലും ഇരിക്കണം. അതിൽ കൂടുതൽ ഇരുന്നാൽ ഏറ്റവും നല്ലത്. നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കണം. ഞാൻ ഇവിടെ നന്നായിട്ട് പഴുത്ത് കനിഞ്ഞ ഒരു ഏത്തയ്ക്ക, അതായത് നേന്ത്രപ്പഴം, ലേശം ശർക്കര, ഒരു പിടി തേങ്ങ, കുറച്ച് ഉണക്ക മുന്തിരി, 2-3 ഏലക്ക, പിന്നെ 2 ടേബിൾ സ്പൂൺ പാല്, ഇത്രയും ചേർത്ത് പാനിൽ ഒന്ന് വരട്ടിയെടുത്തതാണേ. ഇനി നിങ്ങൾക്ക് അധികം മധുരം വേണ്ട, പഴത്തിന്റെ മധുരം മതിയെങ്കിൽ ശർക്കര അവോയ്ഡ് ചെയ്യാം. അതുപോലെ പാല് വേണമെങ്കിലും അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെ തവയിൽ വരട്ടിയെടുക്കാതെ കൈകൊണ്ട് ഞെരടി വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്പം ടേസ്റ്റ് കൂടും. ഇതിപ്പോ അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം ചെറിയ ഉരുളകളാക്കി ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ കട്ടി കുറച്ച് പരത്തിയെടുക്കണം. എത്രയും കനം കുറച്ച് പരത്താമോ, അതുപോലെ എത്രയും വലുതായിട്ട് പരത്താമോ അങ്ങനെ വേണം പരത്തിയെടുക്കാൻ. എന്റെ കയ്യിലെ ചപ്പാത്തി പലക ഇത്തിരി ചെറുതാ, വലുതായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എത്രയും വലുതാക്കാമോ അങ്ങനെ പരത്തിയെടുക്കണമെന്ന്. അതുകൊണ്ട് ഞാനൊരു സ്റ്റീൽ പാത്രത്തിന്റെ മുകളിൽ വെച്ചാ പരത്തിയെടുക്കുന്നത്. സാധാരണ പരത്തുന്നത് പോലെ തന്നെ പാത്രത്തിൽ ലേശം പൊടി വിതറിയ ശേഷം നമുക്ക് മൈദ ചെറിയ ഉരുളകളാക്കിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. നിങ്ങൾക്ക് പാത്രത്തിന്റെ മുകളിലല്ലാതെ കൗണ്ടർ ടോപ്പിൽ വെച്ച് വേണമെങ്കിലും പരത്തിയെടുക്കാം. പരത്തിയ ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം തീയിൽ വെച്ചാൽ മതി, തീ കൂട്ടി വെക്കല്ലേ. ഞാനിവിടെ ഒരു മുട്ട ലേശം ഉപ്പിട്ട് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ഇതിന്റെ മുകളിൽ പുരട്ടി കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു മുട്ട 3 എണ്ണത്തിനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട ഒരെണ്ണത്തിന് യൂസ് ചെയ്യാമേ. കുറേശ്ശെ എടുത്ത് ഇതിന്റെ മുകളിൽ പുരട്ടി കൊടുക്കാം. മുട്ട തേച്ച ശേഷം ഏകദേശം അതിൽ നന്നായിട്ടൊന്ന് പിടിച്ച ശേഷം നമുക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെക്കാം. നിങ്ങൾക്ക് ഇത് 4ആയിട്ട് മടക്കണമെങ്കിൽ അതനുസരിച്ച് ഫില്ലിംഗ് ചെയ്യാം. 2ആയിട്ട് മടക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച്. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഞാൻ ആദ്യം മുതലേ തീ മീഡിയം തീയിലായിട്ടേക്കുന്നേ, കൂട്ടിയിടരുത്. അത് വെച്ച ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മടക്കിയെടുക്കാം. ഞാനിപ്പോ 4 സൈഡിൽ നിന്നും മടക്കുന്നുണ്ടേ. നിങ്ങൾ 4 സൈഡിൽ നിന്നും മടക്കുന്നു എങ്കിൽ സൈഡ് ഒട്ടുന്നില്ല എങ്കിൽ ആ മുട്ടയുടെ മിക്സ് ഇല്ലേ, അത് ലേശം ആ ചട്ടുകത്തിൽ പുരട്ടി ആ സൈഡിലോട്ടൊന്ന് തേച്ച ശേഷം അമക്കി വെച്ചാൽ മതി. അത് നന്നായിട്ട് ഒട്ടിക്കോളും. അതിനുശേഷം സൈഡിൽ കൂടി ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തിരിച്ചും മറിച്ചുമിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. ഇത് തിരിച്ചൊക്കെ ഇടുമ്പോൾ പൊട്ടിപ്പോകുമോ എന്ന് സംശയം വേണ്ട. ഇത് നല്ലതായിട്ട് ഒട്ടി തന്നെ ഇരിക്കുക. ഇനി ടൂ മച്ച് ഓയിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഓയിൽ അവോയ്ഡ് ചെയ്യാം. അല്ലാതെ തന്നെ നന്നായിട്ട് ചുട്ടെടുത്താൽ മതി. ഇപ്പൊ ചെറു തീയിൽ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മാറ്റാം. അടുത്തത് ഇതേ മെത്തേഡിൽ തന്നെ എല്ലാം ചെയ്യുക. ഞാൻ ഇതില്
മുട്ട പുരട്ടിയിട്ടില്ല, അത്രയും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി സെയിം ഫില്ലിങ് വെച്ച് 4 സൈഡ് മടക്കി തന്നെ എടുത്തതാ. അടുത്തത് മാവ് പരത്തിയ ശേഷം തവയിലിട്ടിട്ട് അതിൽ ആവശ്യത്തിനുള്ള മുട്ട പുരട്ടാം. മുട്ട എത്രയും വേണോ അത്രയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ മുട്ടയൊന്ന് നന്നായിട്ട് അതിൽ പിടിച്ച ശേഷം, അതായത് ഒന്ന് വെന്ത ശേഷം, ഞാൻ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത ഏത്തയ്ക്ക ചെറിയ പീസുകളാക്കി ഇതിൽ വെച്ചിരിക്കുക. ഞാൻ മറ്റേ ഫില്ലിംഗ് അല്ല ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് മുട്ട വേണ്ട എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഫില്ലിങ്ങിന് ഇത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇതും നിങ്ങൾക്ക് 4ആയിട്ട് മടക്കണമെങ്കിൽ മടക്കാം, 2ആയിട്ട് മടക്കണമെങ്കിൽ മടക്കാം. ഞാൻ 2 രീതിയിലും ഇത് ചെയ്യുന്നുണ്ട്. അതായത് 2ആയിട്ട് മടക്കിയും ഉണ്ടാക്കുന്നുണ്ട്, 4ആയിട്ട് മടക്കിയും ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ആദ്യം ആ കാണിച്ച മാവില് എനിക്ക് ഇപ്രകാരം 4 എണ്ണമാണ് ഉണ്ടാക്കാൻ കിട്ടിയത്. അപ്പോ ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ചേർക്കാം. ഈ മെത്തേഡിൽ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. സോ ഈ കുട്ടി സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.